ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ജീവിത പങ്കാളികളെ ആ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ മനുഷ്യൻ്റെ മനസ്സല്ലേ നിങ്ങൾക്ക് അസംതൃപ്തികളും താല്പര്യക്കുറവുകളൊക്കെ തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ദൈവത്തിനോട് ആലോചന ചോദിച്ചിട്ട് വേണം ആ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു മാറ്റത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ആ കാര്യത്തിൽ ഇടപെടും. ഇന്ന് നമ്മൾ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് മെൻ്റലി നിങ്ങൾക്ക് ഭയങ്കര ഒരു സംഘർഷമായിട്ട് മാറുന്നു നിങ്ങളുടെ വിവാഹം. അപ്പോൾ ചില മനുഷ്യർക്ക് അതൊരു സംഘർഷമാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് ചില സംഘർഷങ്ങളുണ്ട്, പക്ഷേ ദേ ക്യാൻ മാനേജ്. അവരതിനെക്കുറിച്ച് അത്ര ബോധവടല്ല, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് അവർക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് ഇതിനെ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചിലർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരു വെള്ളമായിട്ട് ഇങ്ങനെ മുങ്ങിപ്പോവാൻ നിൽക്കണ പോലെ തോന്നും. നമ്മളതിൽ മുങ്ങിപ്പോകാൻ തോന്നും, നമ്മളത് കാർന്ന് തിന്നുന്നുണ്ടോന്ന് തോന്നും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. വിവാഹം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലൈഫാണ്. നിങ്ങൾ എന്നെക്കാളും അനുഭവമുള്ളവരായിരിക്കും നിങ്ങൾ. ബട്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് കൂടിയാണ്. നിങ്ങൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയാൽ വിവാഹം മൂലം നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളെയും ചിലപ്പോൾ അത് ബാധിച്ചേക്കില്ലേ. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പോലെ അത് ബാധിക്കും. നിങ്ങൾ ഒരു ദുരിതം നിറഞ്ഞ കുടുംബജീവിതത്തിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ശാരീരിക ഘടനയും ഇതൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് മുഴുവൻ ലൈഫാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യേണ്ടത്? അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്താം? ആദ്യം ഈ പ്രോബ്ലത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഴത്തിൽ മനസ്സിലാവണം. ഇപ്പോൾ ഏതൊരു പ്രശ്നം അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഡീപ്പ് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഡീപ്പ് നോളജ് ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരുപാട് സംഘർഷങ്ങൾ കുറയും. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ചുള്ള അറിവ്, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടാകണം. മറ്റൊരാൾ പറഞ്ഞു തരേണ്ടത് എൻ്റെ കുടുംബജീവിതത്തിൽ ഇത് സംഭവിക്കണം അത് സംഭവിക്കണം എന്നല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഡീപ്പ് നോളജ് ഉണ്ടാവണം. എവിടെ തൊട്ട് തെറ്റി, എവിടെ തെറ്റി, എന്താ ശരിക്കും പ്രശ്നം, എന്താ ഏത് മേഖലയിലാണ് പ്രശ്നം വരുന്നത്, എന്തുകൊണ്ടാണ് അത് ചിലപ്പോൾ പുറമെ കാണുന്നതായിരിക്കുമല്ല പ്രശ്നം. അതിൻ്റെ വേര്, അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതായത് ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് എഫേർട്സ് ആവശ്യമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ പാടത്തും പറമ്പിലും പല പുല്ലുകളും അതും ഇതൊക്കെ മുളയ്ക്കുന്നത് പോലെ ഇത് തന്നെ അങ്ങോട്ട് വളരുകയും മുളയ്ക്കുകയും അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുകയൊന്നും ചെയ്യൂല. അത് കുടുംബജീവിതമാണെങ്കിലും പാരൻറ്റിങ് ആണെങ്കിലും നിങ്ങൾ അതെങ്ങനെയെങ്കിലും അങ്ങ് ആയിക്കോട്ടെ, അങ്ങനെയല്ല. അത് എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ, ഒരു ചെടി വളരുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊക്കെ പുല്ലുകളും ഇതൊക്കെ വളർന്ന് കണ്ടാൽ നമ്മളത് പിഴുത് മാറ്റും അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ അവോയ്ഡ് ചെയ്യേണ്ടതൊക്കെ അവോയ്ഡ് ചെയ്യണം. അവരും ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും നിങ്ങളുടെയും ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസിനെ നിങ്ങൾ റിമൂവ് ചെയ്യണം. അതിന് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം. നിങ്ങളെ രണ്ടുപേരുടെ യാത്രയാണത്. അതിനകത്ത് ഓൾറെഡി ആവശ്യത്തിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇനി മറ്റുള്ളവരുടെ ഭാഗം കൂടെ കോംപ്ലിക്കേഷൻസിൻ്റെ ആവശ്യമില്ല. അതൊന്ന് ഇതൊരു ചെടിയാണെങ്കിൽ ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അത് എഫേർട്സ് ആവശ്യമുണ്ട്. ബർത്ത്ഡേകൾ ഓർത്ത് വെക്കുക, ഇതൊക്കെ നോർമൽ മനുഷ്യന്മാർക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് വലിയ ആത്മീയതയൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ മനുഷ്യനാണ് നമ്മളൊക്കെ അല്ലേ, മനുഷ്യൻ്റെ ഇതാണ്. അല്ലാതെ ഒരു തരത്തിലും ഒരു മനുഷ്യന്മാരെ പോലെ ബിഹേവ് ചെയ്യാതെ സ്വർഗത്തിന് എല്ലാം വന്ന് ഈ കുടുംബജീവിതം ശരിയാക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണോ കെയർ ചെയ്യേണ്ടത് അതിലൊരു എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റണം. ഈ കോടിക്കണക്കിന് മനുഷ്യരുള്ള ഭൂമിയിൽ നിങ്ങളുടെ പാർട്ട്ണർ മാത്രമാണ് നിങ്ങളുടെ സ്വന്തം. മക്കളൊന്നും നിങ്ങളുടെ സ്വന്തമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള യാത്രയുണ്ട്. നിങ്ങളുടെ സ്വന്തമെന്ന് ചിലപ്പോൾ പറയാൻ നിങ്ങൾക്ക് ഇതിലും പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അത് നിങ്ങളുടെ സ്വന്തമാണെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. നിനക്ക് ഞാൻ സ്വന്തമായിട്ട് തന്ന ഒരാളാണിത്. അപ്പോൾ അയാൾക്ക് വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് എന്താ കാര്യം? അപ്പം അതൊന്നാണ്, നിങ്ങൾ അതിനകത്ത് എഫേർട്ട്സ് ഇടണം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ശരിയാവുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ എഫേർട്ട് ഇടുകയും അതിനകത്ത് മാറ്റം കൊണ്ടുവരേണ്ടത് ചെയ്യണം. മറ്റൊരു കാര്യം ഓർക്കണം, മൂന്നാമത്തെ കാര്യം, കുടുംബജീവിതം എന്ന് പറയുന്നതിന് സെലിബ്രേഷൻ എന്ന് പറയുന്നത് അതൊരു മൈനർ പാർട്ടാണ്. ഒരു 100% 10% മാത്രമാണ് ഈ മാരേജിനകത്ത് ഈ സെലിബ്രേഷൻ വരുന്നത്. അടിച്ചുപൊളി എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നത്.
അത് സന്തോഷമാണ്, നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ വിവാഹം എന്ന് പറഞ്ഞ് തന്നെ സേവ് ദ ഡേറ്റ് ആയിട്ടും അമിത ആഘോഷങ്ങളായിട്ടും ഫോട്ടോഗ്രാഫി ആയിട്ടും അതിനൊരു ആഘോഷമാണെന്ന് കരുതുവാണ്. നോ, അതൊരു ആഘോഷമല്ല. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്കുള്ള എൻട്രൻസ് ആണ് വിവാഹത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിനെ നിങ്ങൾ മാനിക്കേണ്ടതുണ്ട്. ഒരാളുടെ കുറവുകൾക്ക് കൂട്ടിരിക്കലായിരിക്കും ഒരു പക്ഷേ ദാമ്പത്യത്തിലൂടെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ചില പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് കൊണ്ട് അയാളും സ്വയം നശിക്കുന്നുണ്ടാവും, അയാൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെയും അയാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളും ആ പ്രശ്നങ്ങളും അയാളെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അയാളെ നശിപ്പിക്കാതിരിക്കാനും അയാൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും ഈ ലോകം അയാളെ അതുകൊണ്ട് തഴയാനും അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ആവാതിരിക്കാനും ഒക്കെ ചെയ്യുന്നതിന് അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കാം നിങ്ങൾ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവുക. അതായത് ചില സ്ത്രീകളുടെ ചില സ്വഭാവ പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഹസ്ബൻഡ് അയാൾ കൂടെ ഉള്ളതുകൊണ്ട് അവരെ മറ്റുള്ളവർ അത്ര അങ്ങോട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യത്തില്ല അവരോട്. കാരണം അവരെങ്ങനെയാണെങ്കിലും പാർട്ട്ണർ കൂടെ ഉണ്ടത് അതൊരു പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡ് എങ്ങനെയുള്ള ആളാണെങ്കിലും നിങ്ങൾ ആ ഒരു വൈഫ് കൂടെ ഉണ്ട് എന്നുള്ളത് അയാൾക്ക് കൊടുക്കണ ഒരു ബലമുണ്ട്. അപ്പം അതൊക്കെ ആയിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതല്ലാതെ എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു യാത്രയല്ല വിവാഹം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നതും, അതല്ല അതിൻ്റെ റിയാലിറ്റിയും. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം, ഒരു കൊച്ചു ഒക്കത്തിരിക്കുന്നു, ഒരു കൊച്ചു കയ്യിൽ പിടിച്ച് നടക്കുന്നു, കൊച്ചിൻ്റെ ബാഗ് ഒരു കയ്യിലുണ്ടാവും, അമ്മയുടെ കയ്യിൽ വേറൊരു ബാഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാണുമ്പം ഫാഷൻ അല്ലാത്തൊരു ലൈഫ് അല്ലെങ്കിൽ ഒരു അഭംഗി നിറഞ്ഞൊരു കാര്യം. പക്ഷെ അതാണ് റിയാലിറ്റി. അഭംഗി നിറഞ്ഞ കാര്യങ്ങൾ ചേർന്നതാണ് മനസ്സിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനെ ആ പെർസ്പെക്റ്റീവിലേക്ക് കാണാനുള്ള മെച്യൂരിറ്റി നമുക്ക് വേണം. അതല്ലാതെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു, എൻ്റെ ഭാര്യ ഭയങ്കര സുന്ദരിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഭയങ്കര ടാലൻറ്റഡ് ആണെന്ന് പറയും, ഇതൊക്കെ ഉണ്ടെന്നെങ്കിലും ചിലപ്പം ഈ ആന്തരികമായിട്ടുള്ള ഒരാളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നത് കൂടിയാണ് മാരേജ്. അപ്പോൾ അയാളുടെ ആഴങ്ങളിൽ ചിലപ്പോൾ ഇരുട്ടായിരിക്കും, സ്വഭാവ ദോഷങ്ങളായിരിക്കും, പേഴ്സണാലിറ്റി ഡിസോർഡറുകളായിരിക്കും. ആ സംഗതിനെ നിങ്ങളിലൂടെ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാനാണ് ദൈവം ശ്രമിക്കുന്നത്. ദൈവത്തിന് എല്ലാവരെയും വേണം, ദൈവത്തിന് എല്ലാവരെയും രക്ഷപ്പെടുത്തണം. ദൈവം ആരും വിട്ട് കളയില്ല. അതിപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കുടുംബനാഥനെ കാണിച്ചുകൊണ്ട് അത്യാവശ്യം ചെറുപ്പം മുതലേ പൈസയൊക്കെ കൂട്ടി വയ്ക്കുന്ന ഒരു പെൺകുട്ടി, അവൾ വളരുന്നു, അവൾ ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങുന്നു, അവൾ ജോലിക്ക് പോകുന്ന പൈസ കൂട്ടി വയ്ക്കുന്നു, അവൾ അമ്മ തരുന്ന പൈസ കൂട്ടി വയ്ക്കുന്നു, അങ്ങനെ ഒരു സമ്പാദ്യശീലമുള്ളൊരു സ്ത്രീ ആയിരിക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ മീൻ ചൂണ്ടാൻ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയി നടക്കുന്ന ഒരു പുരുഷന് ദൈവം കൊടുക്കുക. അപ്പം അതൊരു സംഘർഷങ്ങളുടെ യാത്രയാണെന്ന്. പക്ഷേ ഈ പുരുഷൻ്റെ ഈ കുറവിലേക്ക് ഈ സ്ത്രീയുടെ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യം അവിടെ കണക്ട് ആവുകയും അവരൊന്നിച്ച് എങ്ങനെയെങ്കിലും ഒരു നല്ല ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കമ്പയർ ചെയ്യാതെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, ആളുകൾക്ക് മാറ്റം വരും, വ്യക്തികൾ മാറും, ഓരോ കാലഘട്ടത്തിലും മാറ്റം ഉണ്ടാവും. കല്യാണം കഴിച്ച സമയത്തുള്ളതായിരിക്കില്ല ആദ്യം ഒരു കുഞ്ഞു ജനിക്കും ഉണ്ടാവുന്നത്. ഇപ്പം ഞാനിത് പറയുമ്പം എന്നേക്കാളും അനുഭവമുള്ളവരാണ് നിങ്ങൾ. അതായത് കാര്യങ്ങൾ മാറും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാർസിസ്റ്റുകൾ മാറുക എന്ന് പറയുന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. നാർസിസ്റ്റുകൾ മാറുക എന്ന് പറയുന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ ജീവിതം മാറുക എന്ന് പറയുന്നത് പോസിബിളാണ്. ലൈഫ് മാറും. നാർസിസ്റ്റുകൾ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ലൈഫ് മാറും. അതായത് ഒരു നാർസിസ്റ്റിക് പേഴ്സണെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ വളരും. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു നാർസിസ്റ്റ് അല്ല, ഒരു 10 നാർസിസ്റ്റ് വന്നാലും നമുക്ക് ഓൾറെഡി ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്ന തലത്തിലേക്ക് നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതായത് നിങ്ങൾ വളരും. നിങ്ങളുടെ മാറ്റമാണ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മാറ്റത്തിന് കാരണമാകുക. അതായത് നിങ്ങളാണ് മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. അപ്പുറത്തെ ആൾ മാറുമോ മാറില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ മാറുമ്പോൾ കാര്യങ്ങൾ മാറും, സാഹചര്യങ്ങൾ മാറും. ഒന്ന് നമ്മുടെ മാറ്റമാണ്. പിന്നെ അപ്പുറത്തെ ആൾ മാറാതെ നമ്മൾ എങ്ങനെ മാറും, അങ്ങനെ ഒരു ചോദ്യം വരാം. അതായത് ട്രോമാസ് ഉണ്ടാവും, ടോക്സിക് എൻവയോൺമെൻറ്റിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശരിയാവുക? അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരാം. ദൈവമില്ലേ ചെറിയ കരങ്ങളുള്ളവനല്ല. ബൈബിളിലുണ്ടല്ലോ, എൻ്റെ കരം കുറുകിപ്പോയോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റൂലേ. പക്ഷേ 5 വർഷത്തിനുള്ളിൽ രക്ഷിക്കണമെന്ന് വാശി പിടിക്കരുത്. ചിലപ്പോൾ 10 വർഷത്തിനുള്ളിലായിരിക്കും രക്ഷിക്കുക, ചിലപ്പോൾ 20 വർഷമാവും. അപ്പം ഈ യാത്രയിൽ നാർസിസ്റ്റിൻ്റെ കൂടെ ജീവിച്ചാലും ടോക്സിക് റിലേഷൻഷിപ്പിൽ ജീവിച്ചാലും ഈ യാത്രയിൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. നിങ്ങളെ നിങ്ങളാക്കി
നിർത്താൻ, നിങ്ങളെ ഇപ്പം കാണുന്ന നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ വ്യക്തിയിലൂടെ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇല്ലേ? നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്നതിന് ഈ വ്യക്തി നിങ്ങൾക്ക് തരാത്ത സ്നേഹത്തിന്, തരാത്ത പരിഗണനയ്ക്ക്, തന്ന വേദനകൾക്ക്, തന്ന കുറ്റപ്പെടുത്തലുകൾക്കും, പരിഗണിക്കാത്ത അവസ്ഥകൾക്കും, മറ്റുള്ളവർ തമ്മിൽ വില കുറച്ച് പറഞ്ഞതിനൊക്കെ നിങ്ങളെ വളർത്തിയതിൽ ഇതിനൊക്കെ പങ്കുണ്ട്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് ചിത്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈഗോ ഉണർന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചത് ഈ വ്യക്തി തന്ന വേദനകളാണ്. അപ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന് ഇയാൾ സഹായിച്ചിട്ടുണ്ട്. ജോബിനെ ജോബാക്കിയതിൽ ജോബിൻ്റെ കുറ്റപ്പെടുത്തുന്ന ഭാര്യയ്ക്ക് പങ്കുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഗ്രോത്തിന് ഈ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് പോസിറ്റീവ് ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് കിട്ടുന്നില്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾക്ക് പങ്കുണ്ട്. നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ആവശ്യം ഉണ്ടാവില്ല. ചിലരുടെ ജീവിതമാണ് ഞാൻ പറയുന്നത്. യു ഡോണ്ട് നീഡ് ദാറ്റ് പേഴ്സൺ. നിങ്ങൾക്ക് അവർ ആവശ്യമില്ല. പക്ഷെ അയാളില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങളൊരു സൂയിസൈഡ് ടെൻഡൻസി വരെ എത്തിയെന്ന് വിചാരിക്കുക. മെൻ്റലി സ്ട്രഗിളിൻ്റെ അങ്ങേറ്റത്ത് നിങ്ങൾ കുറച്ച് നാൾ സെപ്പറേറ്റ് ചെയ്ത് നിന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവാം. നിങ്ങൾ കുറേ കൂടെ വീക്കാണോ പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സ്ട്രോങ് വേർഷൻ പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് ആ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആവേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ പതുക്കെ നമ്മുടെ വീക്ക് സൈഡിലേക്ക് വരും, നമ്മുടെ വൾണറബിൾ സൈഡിലേക്ക് വരും. ഇപ്പം എനിക്ക് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് കോൺഷ്യസ് ആവുന്നത്. എനിക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ ഈ പ്രശ്നങ്ങളോടൊക്കെ ഭയ പറഞ്ഞു ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോയെന്ന് വിചാരിക്കാം. ഒന്നാമതൊരു വേറൊരു ലൈഫിലേക്കായിരിക്കും ഞാൻ പോവുക. അപ്പം ഞാൻ എൻ്റെ ലൈഫിൻ്റെ വീക്കസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ പോകും. ഇതെല്ലാം ഞാൻ പറഞ്ഞ വ്യക്തിപരമാണ് കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ കാണുന്ന ഒരു ആംഗിൾ മാത്രമല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളത്. അതിന് പല ആംഗിളുകളുണ്ട്. ഇപ്പം എൻ്റെ പാർട്ട്ണറിൻ്റെ പ്രസൻസ് എന്തിനാണ് എനിക്ക് ആവശ്യമെന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പം എനിക്ക് പല കാര്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം. പക്ഷെ അയാളില്ലാതെ ഞാനെന്ന ഈ വേർഷനിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് പല വേർഷനുകളുണ്ട്, നിങ്ങൾക്ക് പല വേർഷനുകളുണ്ടാവും. നിങ്ങൾക്ക് സ്ട്രോങ് വേർഷൻ ഉണ്ടാവും, അഗ്രസീവ് വേർഷൻ ഉണ്ടാവും, വൾണറബിൾ വേർഷൻ ഉണ്ടാവും, കുറവുകളുടെ വേർഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ അവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊരു ഒരു പ്രത്യേക വേർഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പം നിങ്ങളുടെ വാല്യൂസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒറ്റപ്പെടുത്തിട്ടുണ്ട്, ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ലൈഫിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അപ്പുറത്ത് പെയിൻ ഉണ്ട്. ഈ പെയിൻ പലപ്പോഴും കാര്യങ്ങളെ വാല്യൂസിൽ നിലനിർത്താൻ സഹായിക്കും. അതായത് നിങ്ങൾ കുറച്ചും കൂടെ അലേർട്ടാണ് പെയിൻ ഉള്ളത് കൊണ്ട്. ജീവിതത്തിന് നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേക ആംഗിളിൽ നിങ്ങൾക്ക് കാണാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ പെയിനാണ്. ഈ കുതിരയുടെ കാര്യം പറയും, ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയത് കൊണ്ട് ഇതിന് ഫോക്കസ് കിട്ടുമെന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് സഫറിങ് ഉള്ളതുകൊണ്ടും പെയിൻ ഉള്ളതുകൊണ്ടും സ്ട്രഗിൾ ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് അറിയാം ഞാൻ വീണാൽ എല്ലാം പോകും, ഞാൻ തളർന്നാൽ എല്ലാം തീർന്നു, എനിക്ക് മാനേജ് ചെയ്യണം, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് മാനേജ് ചെയ്യണം. സോ ഇത് ഇവിടെയോ ഒന്നും പലതും ശരിയാവുന്നില്ല, എനിക്ക് മാനേജ് ചെയ്യണം. അതായത് നമ്മളെ ബെറ്ററാക്കി നിർത്തുന്നതിന് ഈ വേദനകൾക്ക് പങ്കുണ്ട്. അതത്ര സുഖകരമായിട്ടുള്ള യാത്രയല്ല. എനിക്കിത് നിങ്ങളോട് ഇങ്ങനെ ഇതിലും പറയാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ഭയങ്കര വേദനാജനകമായ കാര്യമാണ്. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, മാറും, എല്ലാം മാറും. എപ്പം മാറും എന്ന് ചോദിക്കരുത്, മാറും. ഇനി മാറില്ല എന്ന് തോന്നിയാൽ, അതായത് നിങ്ങളുടെ കൂടെയുള്ള ആൾ ഒരു പരിധി വരെയുള്ള പൈശാചിക ബന്ധനത്തിലാണ് പോയതെങ്കിലേ നിങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അയാളുടെ പാരമ്പര്യത്തിൻ്റെ കെട്ടുകളെപ്പോലും നിങ്ങളുടെ പ്രസൻസ് കൊണ്ടും നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ പാരമ്പര്യത്തിൻ്റെ അതിനേക്കാളും പ്രശ്നം പിടിച്ച കാര്യങ്ങളുണ്ട്. അയാളുടെ ഓൺ ചോയ്സ്, ആളെന്താ ചൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അയാൾക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുണ്ടാവുന്നില്ല എങ്കിൽ അയാളൊരു വലിയൊരു പിശാചിൻ്റെ, അത് പിശാചിൻ്റെ നേതാക്കന്മാരുടെ പിശാചിൻ്റെ എന്ന് പറയില്ല, ഒരു വലിയൊരു പിശാച്, ആ പിശാചിൻ്റെ അണ്ടറിലേക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് അത് മതി എന്ന് അയാൾ ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്കൊരു മാനസാന്തരം ഉണ്ടാവുന്നില്ല, അയാൾക്കൊരു മാറ്റവും വേണ്ട, അയാൾക്ക് കുടുംബത്തെക്കുറിച്ചും ചിന്തയില്ല, മക്കളെക്കുറിച്ചും ചിന്തയില്ല, അയാൾക്ക് സ്വയം അയാളെ തന്നെ എഴുതി കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കൊണ്ട് പൊട്ടിക്കാൻ പറ്റാത്തൊരു ബന്ധനത്തിലേക്ക് നിങ്ങളുടെ പ്രസൻസ് കൊണ്ട്, നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ മുട്ടിൽ നിന്നുള്ള പ്രാർത്ഥന കൊണ്ടൊന്നും രക്ഷിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ആ പങ്കാളി പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മോചിപ്പിക്കും, നിങ്ങളതിൽ നിന്നും പുറത്തു കൊണ്ടുവരും, നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യും. അത്
വിവാഹമോചനം എന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പാടില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആരുടെയും ആത്മാവിനെ രക്ഷിക്കാൻ ഒരാൾക്ക് പറ്റില്ല, ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. പക്ഷെ അതിന് ഒരുപാട് പോണം കേട്ടോ. അത് ലിമിറ്റ് കഴിയാൻ ഒരുപാട് സമയമെടുക്കും. 10-20 വർഷം കൂടെ താമസിച്ചൊക്കെ പറ്റും. പക്ഷെ ചില മനുഷ്യന്മാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. പലപ്പോഴും അങ്ങനെയുള്ള മനുഷ്യന്മാർ അവസാനം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഭയങ്കരമായിട്ടുള്ള കുടുക്കിൽ പെടും. പിന്നെ പിശാച് അവരെ ഭരിക്കും, അവരുടെ ജീവിതത്തെ തകർക്കും. അങ്ങനെ ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് അവർ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ട് അവരങ്ങനെ പോകണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ ഹെൽപ്ലെസ്. അപ്പോൾ ആ ആത്മാവിൻ്റെ കണക്ക് പിന്നെ നിങ്ങളോട് ചോദിക്കില്ല. കാരണം നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തന്ന ആത്മാക്കളുടെ കണക്കുകൾ ദൈവം ചോദിക്കും. അത് നമ്മുടെ പങ്കാളികളുടെ ആത്മാവുകളാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ കുരിശിലേറാനൊക്കെ തയ്യാറാവണം, മുൾക്കിരീടം എടുക്കാനൊക്കെ തയ്യാറാവണം. നമ്മൾ വിട്ട് കളഞ്ഞാൽ അവർക്കൊരു ജീവിതം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ കൂടുതൽ നശിക്കത്തേ ഉള്ളൂ. സ്വഭാവദോഷമുള്ള ഒരു സ്ത്രീ ആണെങ്കിലും നിങ്ങൾ അവരെ ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ ലോകം അവർ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങളവിടെ ആയിരിക്കുക. അത് നിങ്ങൾക്ക് തരുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്, നിങ്ങൾക്ക് തരുന്ന ഒരു ചീപ്പായിട്ടുള്ള ഒരു ഇമോഷനൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഇതങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ എലമെൻസുകൾ ചേർന്നതാണ് ദാമ്പത്യം. അത് വേറൊരാളുടെ പുസ്തകം വെച്ചിട്ട് നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ തന്നെ അന്വേഷിച്ചിറങ്ങുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, നിങ്ങളുടെ സംഘർഷങ്ങൾക്കുള്ള ഉത്തരം ദൈവം ഇടപെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.